പുള്ളിങ് ഡൗൺ ഓഫ് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സ്കൂള് തിരുമല വേട്ടമുക്ക് ട്രിവാൻഡ്രമാണ് നാം ഈ കാണുന്നത്. പൂർബുധൻ യുഹൻ കാളൻപട്ടി അതുലിൻ്റെ അമ്മയെ ഗൗരി സിസ്റ്റർ നടന്നു വരുന്നു. പൂർബുധൻ യുഹൻ കാണ്ടൺ ലിബർട്ടി നാം ഇന്ന് അടുപ്പത്തിൽ കുടിയും വരുന്നു. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിന് അതുലിൻ്റെ ഫാദർ എൻ്റെ മദറിനായി തൻ്റെ വൈഫിനായി വെയിറ്റ് ചെയ്യുന്നു. 6th സ്റ്റാൻഡേർഡ്. നമുക്ക് തുടങ്ങാം. ജോമെട്രിയുടെ ഒരു നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ജോമെട്രിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹുർബുദനി ഹുൻ കാണ്ടർ ലിബർട്ടി നാം അടിമത്തിൽ കുടിയും പോരുത്. അത് ഇൻറ്റേർണൽ മെമ്മറി എത്രയുണ്ടെന്ന് നോക്കാം. ഇന്നലെ നമ്മൾ ചിന്തിക്കാൻ ഇടയായിത്തീർന്ന വിഷയം എന്താണെന്ന് നോക്കാം. ജോമെട്രി, ആംഗിൾസ് ആൻഡ് ദെയർ കൺസ്ട്രക്ഷൻസ്. ഇതാണ് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ളത്. നമുക്ക് പിന്നീട് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കും. ആംഗിൾസ് ആൻഡ് ദെയർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ നോക്കാം. ആംഗിൾസ്, വ്യത്യസ്ത തരം ആംഗിൾസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ അത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. എ പെയർ ഓഫ് ഓപ്പൺ സിസേഴ്സ് ഫോം ആൻ ആംഗിൾ. അതുപോലെ തന്നെ ആൻ ആംഗിൾ ഈസ് മെയ്ഡ് ബൈ ദ ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക്. എ ലാഡർ പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് ദ വാൾ ഫോംസ് ആൻ ആംഗിൾ. എ സാൻഡ്വിച്ച് സ്ലൈസ് ഓർ ആൻ എഡ്ജ് ഓഫ് എ ടേബിൾ ആൾസോ ഫോംസ് ആൻ ആംഗിൾ. ഇത് ICSE 6th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും റെഫർ ചെയ്യാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ഹുർബുദൻ യുഹൻ കാണ്ടർ ലിബർട്ടി. ഇത് 7th അഡ്വൻറ്റിസ്റ്റ് സ്കൂളുകാർ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ബുക്കാണ്. 6th സ്റ്റാൻഡേർഡിലാണ്, ICSE ആണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പേജ് നമ്പർ 219 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കുട്ടുമോന് പറഞ്ഞു കൊടുക്കാൻ ഇടയിൽ തീർന്നപ്പോഴത്തേക്കും റെക്കോർഡ് ചെയ്താണ്, ഇമേജസ് എടുത്തതാണ്. ആംഗിൾസ് ആൻഡ് ദെയർ കൺസ്ട്രക്ഷനാണ്. പിന്നീട് നമ്മൾ വരുന്നത് ഇതാ ഇപ്രകാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിൾ അതെങ്ങനെയാണെന്ന് കുട്ടികൾ അതുകൊണ്ട് കേട്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഹുർബുദൻ യുഹൻ കാണ്ടർ ലിബർട്ടി, ഗ്രീൻ എർത്ത് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ്. ഹുർബുദൻ യുഹൻ കാണ്ടർ ലിബർട്ടി, ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിൾ. ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും എപ്രകാരമാണെന്ന് പറയുന്നു. അതായത് ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആംഗിൾസ് പലതരമുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ, സ്ട്രൈറ്റ് ആംഗിൾ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആംഗിൾ ഉണ്ട്, റിഫ്ലക്സ് ആംഗിൾ ഉണ്ട്. റിഫ്ലക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആംഗിളിൽ നിന്നും മനസ്സിലായി ഇൻറ്റീരിയർ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ സ്കൂളിലേക്ക് ധാരാളം പേരൻസ് കുട്ടികളെ കൊണ്ടാക്കുകയും അതുപോലെ തന്നെ അവർ കുട്ടികൾ പോയ ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ഓഫ് ആംഗിൾസ്. ആംഗിൾസിൻ്റെ കമ്പാരിസൺ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? പലതരം ആംഗിൾസ് ഉണ്ട്. അതായത് അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, അതുപോലെ റിഫ്ലക്സ് ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ, ഇങ്ങനെയുള്ള പല ആംഗിൾസ്, റൈറ്റ് ആംഗിൾ, ഇങ്ങനെയുള്ള 6 തരം ആംഗിളിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ആംഗിൾ, ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതും ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. പിന്നെ മെഷറിങ് ആൻ ആംഗിൾ യൂസിങ് എ പ്രൊട്രാക്ടർ, പ്രൊട്രാക്ടർ കൊണ്ട് ഒരു ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ അവിടെ പ്രതിപാദിക്കുന്നു. ഹുർബുദൻ യുഹൻ കാണ്ടർ ലിബർട്ടി, ഡ്യുവൽ സ്കെയില്, പിന്നെ ഒറിജിൻ ഓർ സെൻറ്റർ പോയിന്റ് എന്നുള്ള അർത്ഥത്തിലും പറയുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 221 ഇത് പ്രതിപാദിക്കുന്നത്. എന്നെ ഈ ലൈവിൽ കാണുന്ന ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6th സ്റ്റാൻഡേർഡിലെ ICSE സിലബസ് 6th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആണ്. ജോമെട്രി എന്നുള്ള പാഠത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ആംഗിൾ ഏകദേശം ഒരു 6 തരം ആംഗിൾ ഉള്ളതായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. പേജ് നമ്പർ 221 ഇപ്രകാരമാണ് പറയുന്നത്. ആദ്യം ഈ ലൈവിൽ കാണുമ്പോഴത്തേക്കും ലോകത്തെമ്പാടുള്ള ആളുകൾക്ക് ഇത് പിന്നീട് വിശദമായൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ആസ് എ യൂട്യൂബർ ഇവിടെ ഒരു പ്രോമോ എന്നുള്ള സീരിയലൊക്കെ പ്രോമോ കാണിക്കത്തില്ല, അതുപോലെ കാണിക്കുന്നതേ ഉള്ളൂ. പേജ് നമ്പർ 221 ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആംഗിൾ ABC ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ അതൊന്ന് കൈകൊണ്ട് കാണിച്ചു തരാം. ABC മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ PQR ആണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കേട്ടോ, Pയിൽ നിന്ന് പുറപ്പെട്ട് Q വഴി Rലേക്കാണ് പോകുന്നത്. അപ്പം നടുക്കത്തെ ആംഗിൾ Q ആണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. പോകുന്ന പാത്ത്, ആ 2 റൈസ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അതൊരു വെർട്ടെക്സ് എന്നുള്ള രീതിയിൽ എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? Qയിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ബേസാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ശരിക്കും പറഞ്ഞത്, ഗിവൺ ആംഗിൾ ABC, ദ വെർട്ടെക്സ് ഈസ് B. പ്ലേസ് എ പ്രൊട്ടക്ടർ സോ ദാറ്റ് ദ ഒറിജിൻ സെൻറ്റർ പോയിന്റ് ഈസ് ഓൺ ദി വെർട്ടെക്സ് B ഓഫ് ദി ഗിവൺ ടേബിൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അഡ്ജസ്റ്റ് എ പ്രൊട്ടക്ടർ സോ ദാറ്റ് ദ ബേസ് ലൈൻ ഈസ് എക്സാക്ട്ലി ഓൺ ദി ആം BC ഓഫ് ദി ആംഗിൾ. ശരിക്കും പറഞ്ഞൊരു ആംഗിൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ലൈവിൽ എന്നെ കാണുന്ന ഏവരും മനസ്സിലാക്കേണ്ടത്, ഞാനിത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ആംഗിൾ. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
റീഡ് ദ മാർക്ക് ഓൺ ദ പ്രൊട്ടക്ടർ വെയർ ദി അതർ ആം ഓഫ് ദി ആംഗിൾ ക്രോസസ് എ സ്കെയിൽ ഓൺ ദി പ്രൊട്ടക്ടർ റെസ്റ്റോൺ. മനസ്സിലാകുന്നുണ്ടോ? പേജ് നമ്പർ 221. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആ ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നുള്ളത് ഏതാണ്ട് എക്സാക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഏതാണ്ടൊക്കെ. മനസ്സിലാകുന്നുണ്ടോ? പേജ് നമ്പർ 222 അത് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ നോക്കാം. ദ മെഷർ ഓഫ് ആംഗിൾ എ ബി സി സിക്കൽ 45 ഡിഗ്രി ഓർ എം എ ബി സി സിക്കൽ 45 ഡിഗ്രി എന്നും കാണിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പേജ് നമ്പർ 222 അത് കാണിക്കുന്നത്. പിന്നെ എത്ര തരം ആംഗിൾ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, പിന്നെ കംപ്ലീറ്റ് ആംഗിൾ, റിഫ്ലക്സ് ആംഗിൾ. മാത്രമല്ല ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 223 ഒരു ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്സ് ആംഗിൾ ഇസ് ഈക്വൽ ടു കംപ്ലീറ്റ് ആംഗിൾ മൈനസ് ഇന്റേണൽ ആംഗിൾ എന്നൊരു ഫോർമുല അവിടെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ള ഈ ലൈവിൽ നേരത്തെ തൊട്ട് മുമ്പേ ചെയ്തതിൽ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് ഒരു മാത്തമാറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഈ ലൈവിൽ കൂടെ വരുമ്പോൾ ലോകത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് എന്നെ കേൾക്കാനും ശ്രമിക്കാനും കഴിയും. പഠിക്കുന്ന കാര്യങ്ങൾ ബേസ് തൊട്ടേ പഠിക്കുക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അതിലും പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിനെ കുറിച്ചൊരു അവബോധം എപ്പോഴും ബോയ്സിനും ഗേൾസിനും ട്രാൻസ്ജെൻഡറിനും ആർക്കും എപ്പോഴും നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ പേജ് നമ്പർ 222 എങ്ങനെയാണ് ഒരു ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് ആംഗിൾ ഏതൊക്കെയാണ്, അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്സ് ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ, ഇങ്ങനെ 6 തരം ആംഗിളിനെ കുറിച്ച് 6ാം ക്ലാസ്സിൽ പേജ് നമ്പർ 222 221 ആരംഭത്തിലും പ്രസ്താവിക്കുന്നുണ്ട്. എന്താണ് അക്യൂട്ട് ആംഗിൾ? ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് മോർ ദാൻ 0 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 90. മനസ്സിലാവുന്നില്ലേ കാര്യം? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ 90-നെക്കാളും താഴെയാണ്, എന്നാൽ 0 അല്ല. ഇപ്പോൾ എക്സാമ്പിൾ 32-89, ഫോർ എക്സാമ്പിൾ 32-89. അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് മൂന്നാമത്തെ കോളത്തിൽ പറയുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ABC അവിടെ 38 ഡിഗ്രി എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, പ്രസ്താവിക്കുന്നു. നാം പിന്നെ അടിമത്തിൽ കൂടി വരുന്നത്. പിന്നെ റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിനാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അത് നോക്കി ഈ ചിത്രത്തിൽ നോക്കി എങ്ങനെ വരയ്ക്കുന്നത്, MON എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രസ്താവിക്കുന്നത്. MON മനസ്സിലാകുന്നുണ്ടോ? അതായത് 90 ഡിഗ്രി. MON എന്ന് പറയുന്നത് 90 ഡിഗ്രി. O എന്ന് പറയുന്നത് വെർട്ടക്സ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? M എന്ന് പറയുന്നത് അല്ലെങ്കിൽ OM എന്ന് പറയുന്ന ഒരു ആമാണ്, ON എന്ന് പറയുന്ന മറ്റൊരു ആമാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 180. ഫോർ എക്സാമ്പിൾ 92 ഡിഗ്രി, 110, 179. മനസ്സിലാകുന്നുണ്ടോ? PQR എന്നുള്ള അർത്ഥത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു, പ്രതിപാദിക്കുന്നു. അവിടെ QP എന്ന് പറയുന്നത് QR എന്ന് പറയുന്ന 2 ആംസ്, ഈ ജോമെട്രിയിൽ നമ്മൾ വരയ്ക്കുന്ന 2 ആംസ് വരയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു. 157 ഡിഗ്രി എങ്ങാണ്ടാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. വെർട്ടക്സ് എന്ന് പറയുന്നത് Q ആണ്. പേജ് നമ്പർ 222. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ MON ആണ്. O എന്ന് പറഞ്ഞ വെർട്ടക്സ് ആണ്. OM, ON എന്ന് പറയുന്ന 2 ആംസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? OM എന്ന് പറയുന്നതും ON എന്ന് പറയുന്ന 2 ആംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 220 ഡിഗ്രി, 357 ഡിഗ്രി. 220 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ 150-നെക്കാളും കൂടുതലാണ്, എന്നാൽ 360-നെക്കാളും കുറവായിരിക്കണം. അതായത് ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 360 ഡിഗ്രി. അതിനെയാണ് എന്ത് പറയുന്നത്, റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 221 ഒരു ഫോർമുല അവർ പ്രസ്താവിക്കുന്നുണ്ട്. അതായത് റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആംഗിൾ മൈനസ് ഇന്റേണൽ ആംഗിൾ ആണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കാം. മാത്തമാറ്റിക്സ് ബേസാണ് കുഞ്ഞുങ്ങളെ. ലോകത്തെല്ലായിടത്തും ലൈവായിട്ട് തന്നെ കാണുന്ന ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നീട് അങ്ങോട്ടുള്ള പഠനം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 360 ഡിഗ്രി. ഫോർ എക്സാമ്പിൾ 220 ഡിഗ്രി, 357 ഡിഗ്രി, 360 357 ഡിഗ്രി. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും BCBA എന്ന് പറയും. BC എന്ന് പറയുന്നത് ഒരു ആമാണ്, അതുപോലെ തന്നെ BA എന്ന് പറയുന്നത് മറ്റൊരു ആമാണ്. അപ്പോൾ ആ ആമിനെ നമുക്ക് എപ്രകാരം റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. മനസ്സിലാകുന്നുണ്ടോ? BCBA എന്ന് പറയുന്ന 2 ആമാണ്. പിന്നെ അതുപോലെ തന്നെ ടൈം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, BC എന്ന് പറയുന്ന ഒരു ആമാണ്, BA എന്ന് പറയുന്ന ഒരു ആമാണ്. അപ്പോൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് ശരിക്കും കംപ്ലീറ്റ് ആംഗിൾ മൈനസ് ഇന്റേണൽ ആംഗിൾ ആണ്. കംപ്ലീറ്റ് ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പം ഇവിടെ എന്താണ് 250 ഡിഗ്രി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ കാണിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്? 107 എങ്ങനെ കിട്ടി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. 360 മൈനസ് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 360 ഡിഗ്രി മൈനസ് ഇന്റേണൽ ആംഗിൾ. ഇന്റേണൽ ആംഗിൾ 107 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 253 ഡിഗ്രിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിൽ BC എന്ന് പറയുന്ന ഒരു ആമാണ്, BA എന്ന് പറയുന്ന മറ്റൊരു ആമാണ്. ഇനി അടുത്തത് കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇത് പിന്നത്തേൽ നമുക്ക് പറഞ്ഞുതരാം. 360 ഡിഗ്രി BA എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ?
പിന്നെ നെയിം ദ വെർട്ടെക്സ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ആംഗിൾസ്. ഇതിൽ നമ്മൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ OM ON ഉണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ഇതെന്താണ് ശരിക്കും പറഞ്ഞൊരു രണ്ട് പിന്നെ വ്യത്യസ്തമായ ആംസ് ഒരു പ്രത്യേക രീതിയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും വെർട്ടെക്സ് എന്ന് പറയുന്ന O ആണ്. അതിൽ M എന്ന് പറയുന്നത് OM എന്ന് പറയുന്ന ഒരു ആമാണ്, ON എന്ന് പറയുന്ന ഒരു ആമാണ്. പിന്നെ അതുപോലെ തന്നെ QR എന്ന് അടുത്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കുമ്പം QR എന്ന് പറയുന്ന ഒരു ആമാണ്, QP എന്ന് പറയുന്ന ഒരു ആമാണ്. അടുത്ത വെർട്ടെക്സിൽ അടുത്ത പ്രോബ്ലം നമ്മൾ നോക്കുമ്പോഴത്തേക്കും TS എന്ന് പറയുന്നത് ഒരു ആമാണ്, TU എന്ന് പറയുന്ന ഒരു ആമാണ്, മനസ്സിലാകുന്നത്? T എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുമ്പോഴത്തേക്കും N എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സ് ആണ്. അതുപോലെ തന്നെ O എന്ന് പറയുന്നത് NO എന്ന് പറയുന്ന ഒരു ആമാണ്. NM എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോർ ബദൻ ഈവൻ കാൽവട്ട്. NM എന്ന് പറയുന്നത് ഒരു പുള്ളിംഗ് ഡൗൺ സ്ട്രോ ഹോൾസ്, നാമിനെ അടിമത്തിൽ കൂടി പിടിക്കുന്നത് NM എന്ന് പറയുന്ന ഒരു ആമാണ്. വളരെ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. റിഫ്ലക്സ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആംഗിൾ ഹോസ് മെഷർ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 360 ഡിഗ്രി. ഫോർ എക്സാമ്പിൾ എന്താണ് 220 ഡിഗ്രി 357 ഡിഗ്രി. അതുപോലെ തന്നെ 253 ഡിഗ്രി B 107 AC. BA എന്ന് പറയുന്നത് BC എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് എന്താണ് ആംസിനെ കാണിക്കുന്നു. ഫോർ ബദൻ ഈവൻ കാൽവട്ടി. B എന്ന് പറയുന്നത് എന്താണ്? വെർട്ടെക്സിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ 107 ഡിഗ്രി 107 ഡിഗ്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആംഗിൾ മൈനസ് എന്താണ് ഇൻറ്റേർണൽ, അതായത് ഇൻറ്റേർണൽ ആംഗിളാണ്. ഇൻറ്റേർണൽ ആംഗിൾ 107 ഡിഗ്രിയാണ്. അങ്ങനെയാണ് 360 മൈനസ് 107 കിട്ടും, കുറയ്ക്കുമ്പോഴത്തേക്കും 253 ഡിഗ്രി നമുക്ക് ലഭിക്കാനൊക്കെ ഇടയിൽ തീരും. അപ്പോൾ ആ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് നെയിം ദ വെർട്ടെക്സ് ആൻഡ് ആംസ് ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ്, നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നെയിം ദ ആംഗിൾസ് ഇൻ 3 ഡിഫറെൻറ്റ് വേയ്സ്, അങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ 1 2 2 3 എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ R എന്നും RT എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലൈനും അതുപോലെ US എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലൈനും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. എൻ്റെ നടുക്കത്തെ പോയിന്റ് H ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ആംഗിൾ 1 ആംഗിൾ 2 ആംഗിൾ 3 ആംഗിൾ 4 എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് ആംഗിൾ 1 ആംഗിൾ 2 ആംഗിൾ 3 ആംഗിൾ 4 എന്നുള്ള അർത്ഥം നമുക്ക് കാണാൻ പറ്റും. പേജ് നമ്പർ 223 അത് പ്രസ്താവിക്കുന്നത്. അതായത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ എന്താണ് ബേസാണ്. In the given figure, list the points which are in the interior of net, in the exterior of net. Net means angle NET ആണ്, on the NET. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫൈ ദി ആംഗിൾസ് അക്കോർഡിംഗ് ടു ദർ ഗിവൺ മെഷേഴ്സ് ആസ് ഫോളോസ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. 42 110 180 205 360 15 91 90 എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസ്താവിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് വിശദമായിട്ട് ചിന്തിക്കാം. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈം മെഷർ ചെയ്യുമ്പോഴത്തേക്കും ഈ ആംഗിൾ എങ്ങനെയാണ് ബാധകം? ഒരു സമയം, ഒരു ക്ലോക്ക്, അതായത് അവർ ഹാൻഡും അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രമാത്രമാണ് അതിൻ്റെ ആംഗിൾ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ആപ്ലിക്കേഷനാണ്. അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ഈ ലൈവിൽ തന്നെ കേൾക്കുന്ന ഏവരും മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഹാൻഡിലും മിനിറ്റ് ഹാൻഡിലും ഇടയ്ക്കുള്ള ആംഗിൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജിയോമെട്രി നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കുവാൻ തക്കൊണ്ട് ഇടയിൽ തരും. പിന്നെ ക്ലാസിഫൈ ദ ഫോളോയിങ് ആംഗിൾസ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 224 ആംഗിൾസ്, എത്ര തരം ആംഗിൾസ് ഉണ്ടെന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് റൈറ്റ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, പിന്നെ ഒബ്റ്റ്യൂസ് ആംഗിൾ, റിഫ്ലക്സ് ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ, പിന്നെ അതുപോലെ റിഫ്ലക്സ് ആംഗിൾ, പിന്നെ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 150 ഡിഗ്രി ആയിരിക്കും. കംപ്ലീറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. വാട്ട് ടൈപ്പ് ഓഫ് ആംഗിൾ ഈസ് ഫോംഡ് ഇൻ ദ 2 ബാൻഡ്സ് ഓഫ് ദി ക്ലോക്ക് സിസ്റ്റം? അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, മറ്റേ സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ എന്നുള്ള അർത്ഥത്തിൽ, സ്ട്രെയിറ്റ് ആംഗിൾ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആണ് നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 90 ഡിഗ്രി, അതായത് 9 മണി എന്നുള്ളതും 3 മണി എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡും നമ്മളുടെ ഇടയ്ക്കുള്ള ആംഗിൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 90 ഡിഗ്രി ആയിരിക്കും. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ദി ആംഗിൾ ദാറ്റ് ആർ ക്വസ്റ്റ്യൻ മാർക്ക്ഡ്. അത് നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇവിടെ ഇതെന്താണ് ശരിക്കും പറഞ്ഞത്? അക്യൂട്ട് ആംഗിളാണ്, ഇത് റൈറ്റ് ആംഗിളാണ്, ഇത് സ്ട്രെയിറ്റ് ആംഗിളാണ്. അതുപോലെ മറ്റേ റിഫ്ലക്സ് ആംഗിളായിട്ട് എടുക്കാം. മറ്റേത് 85 എന്ന് വെച്ച് കഴിഞ്ഞാൽ 90യേക്കാളും ചെറുതാണ്. 90യേക്കാളും ചെറുതായിട്ട് തന്നെ അതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? 90യേക്കാളും ചെറുതല്ലേ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അക്യൂട്ട് ആംഗിളായിട്ട് എടുക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു വലിയൊരു പിന്നെ ഇത് തന്നെ കൊടുക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് ആംഗിൾസ് ഇൻ ദ ഗിവൺ ഫിഗേഴ്സ്. ഏതൊക്കെയാണ് റൈറ്റ്, ഏതൊക്കെയാണ് അക്യൂട്ട്, ഏതൊക്കെയാണ് സ്ട്രെയിറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഇതാ ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ഇത്രയും ഏരിയയിൽ റൈറ്റ് ആംഗിൾ ഏതാണ്, അക്യൂട്ട് ആംഗിൾ ഏതാണ്, ഒപ്റ്റീസ് ആംഗിൾ ഏതാണ്, സ്ട്രെയിറ്റ് ആംഗിൾ ഏതാണ്, കംപ്ലീറ്റ് ആംഗിൾ ഏതാണ്, റിഫ്ലക്സ് ആംഗിൾ ഏതാണ് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അടുത്ത പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ, അതായത് തന്നിരിക്കുന്ന ആംഗിളിനെ എത്ര തരം ആംഗിൾ ഉണ്ടെന്ന് മെഷർ ചെയ്യണം. ഈ ലൈവ് പ്രോഗ്രാമിൽ എന്നെ കാണുന്ന വിദ്യാർത്ഥികൾ, കണക്കൊരു പ്രധാനപ്പെട്ട വിഷയമാണ്.
അപ്പോൾ അത് അന്നുള്ള പാഠങ്ങൾ അന്നും തന്നെ പഠിച്ച് വിദ്യാഭ്യാസം നേടുക. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ മെഷർ ദി ആംഗിളിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ളത് നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമൺ വെർട്ടെക്സ് എങ്ങനെയാണ്, അഡ്ജസൻറ്റ് ആംഗിൾസ്, അഡ്ജസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് എന്നുള്ളതാണ്. അഡ്ജസൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുപ്പിച്ചടുപ്പിച്ച് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 2ഉം കൂടെ വരും. ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമുക്ക് 3 ആയിട്ട് എടുക്കാം. ആസ് എ സം ടോട്ടൽ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. നേരെ മറിച്ച് താണ്ട് ഈ ചിത്രത്തിൽ കാണിക്കുന്ന എന്തല്ല, അഡ്ജസൻറ്റ് അല്ല. കാരണം എന്താണ്? അഡ്ജസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് എന്താണ്, അടുപ്പിച്ചടുപ്പിച്ചെന്നുള്ളതാണ്. നേരെ മറിച്ച് മറ്റേതാകുമ്പോൾ എന്തില്ല, അടുപ്പിച്ചടുപ്പിച്ചുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? പേജ് നമ്പർ 225 അത് പ്രസ്താവിക്കുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 226 എന്താണ് പ്രസ്താവിക്കുന്നത്, ലീനിയർ പെയറാണ്. ലീനിയർ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ 2 അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ സെറ്റ് ടു ഫോം എ ലീനിയർ പെയർ ഇഫ് ദർ 2 കോമൺ എന്താണ് നോ ആംസ് ആർ 2 ഓപ്പോസിറ്റ് എന്താണ് റൈസ് എന്നാണ്. മനസ്സിലാകുന്നുണ്ട്? ഇത് രണ്ടും വ്യത്യസ്തമായ ദിശകൾ, കോമൺ അല്ലാത്തത് വ്യത്യസ്തമായ ദിശകളിൽ പോകുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ കണക്കൊടിക്കുമ്പോൾ ലീനിയർ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ലീനിയർ ബേസ്, മാത്തമാറ്റിക്സ് ബേസ് തൊട്ട് പഠിക്കുക. പേജ് നമ്പർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 226 6th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കും. ജോമെട്രി പ്രധാനമാണ്. അപ്പോൾ ഇതാ ഞാൻ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ വിശദമായ വീഡിയോ പിന്നീട് നമുക്ക് പറയും. ഇതൊരു പ്രോമോയാണ്, സീരിയലിനൊക്കെ പ്രോമോ ഇല്ല. അതുപോലെ പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ് ഹോൾസ് ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ പെയറാണ്. AOC പ്ലസ് BOC എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രിയാണ് ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, AOC പ്ലസ് BOC ഈസിക്കൽ 180 ഡിഗ്രി. അത് ലീനിയർ പെയറാണ്. അതായത് AOC എന്ന് പറയുന്നതും BOC എന്ന് പറയുന്നതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്നതാണ് എന്താണ്, 180 ഡിഗ്രി എന്ന് പറയുന്നത്. അതൊരു ലീനിയർ പെയറാണ്. ദ സം ഓഫ് ദി ലീനിയർ പെയർ ഈസ് ആൾവേസ് 180 ഡിഗ്രിയാണ്. ലീനിയർ പെയറിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആയിരിക്കും, 180 ഡിഗ്രിയാണ്. ഇനി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചിത്രത്തിലേക്ക് നോക്കി, അവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതായത് DOB എന്ന് പറയുന്നതും AOC എന്ന് പറയുന്നതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. അതുപോലെ AOD എന്ന് പറയുന്നതും COB എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആണ്. എന്ന് മാത്രമല്ല അത് ഈക്വലാണ്. ആ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ 35 ആണെങ്കിൽ അപ്പുറത്തും അതിൻ്റെ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 35 ആയിരിക്കും. ഇവിടെ 65 ആണെങ്കിൽ അതിൻ്റെ ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ 90 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും, കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയും. കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 90 ഡിഗ്രി. അതായത് ഇഫ് ദ 2 ആംഗിൾസ് ആഡ് അപ്പ് ദെൻ ദ ടോട്ടൽ റിസൾട്ട് ഈസ് 90 ഡിഗ്രി. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 72 + 18 = 90. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ് 72 + 18 ഡിഗ്രി = എത്രയാണ്, 90 ഡിഗ്രി. അതിൻ്റെ എക്സാമ്പിൾ ഇതാ പേജ് നമ്പർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 226 തന്നെ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്. പേജ് ഫിഗർ 1, ഫിഗർ 2. ഫിഗർ 2 48, 52, 90. അപ്പം 48 വേറെ കാണിച്ചിരിക്കുന്നു, 52 വേറെ കാണിച്ചിരിക്കുന്നു. പേജ് നമ്പർ 227 നമുക്ക് കിടക്കാം. അവിടെ സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഞാൻ എൻ്റെ മകനെ പഠിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ മാത്രം പഠിപ്പിച്ചല്ല, നമുക്ക് അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ അത് ലൈവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈകടത്താത്ത ഒരു വിഷയമില്ല. അതിൽ മാത്തമാറ്റിക്സും ഇനിയൊരു സീരീസ് ആയിട്ട് പലർക്കും മാത്തമാറ്റിക്സ് എന്നൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നു. അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അത് പഠിച്ച് അതിൻ്റെ ബേസ് കിട്ടി നല്ല ലെവലിൽ നല്ല ജീവിതം, നല്ല മണി, അല്ലെങ്കിൽ നല്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊള്ളാകുന്നതിനായി എങ്ങനെ മാറാം എന്നുള്ള അർത്ഥത്തിൽ ഈ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനി അടുത്തത് പേജ് നമ്പർ 227 സപ്ലിമെൻ്ററി ആണ്. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ സാധാരണ ഈ പോളിടെക്നിക്കിലൊക്കെ ആളുകൾ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ കിട്ടാതെ വരുമ്പോഴത്തേക്ക് എഴുതുന്നതിനാണ് സപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പോളിടെക്നിക്കിലൊക്കെ എന്ന് വെച്ചാൽ ഒരു പേപ്പർ കിട്ടാതെ സപ്ലി എഴുതുന്നതോടെ എന്ന് ചോദിക്കും അല്ലേ. ഇവിടെ ആ സപ്ലൈ അല്ല. ഇവിടുത്തെ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ്, 150 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ അതിനെന്ത് പറയും, അതിന് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആംഗിൾ എറൗണ്ട് എ പോയിന്റ്, എല്ലാ ആംഗിളും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര വരണം, 360 ഡിഗ്രി വരികയും വേണം. അതിനാണ് എന്ത് പറയുന്നത്, ആംഗിൾ എറൗണ്ട് എ പോയിന്റ്. അതായത് നമ്മളെന്താണ്, നമ്മൾ ഈ പ്രോബ്ലം നോക്കി, ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC പ്ലസ് ആംഗിൾ COD പ്ലസ് ആംഗിൾ DOE പ്ലസ് EOA എന്ന് പറയുന്നത് എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് എന്താണ് ആംഗിൾ എറൗണ്ട് എ പോയിന്റ് എന്ന് പറയുന്നത്. സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ ഇപ്പം 120 പ്ലസ് 60 ഡിഗ്രി ഈസിക്കൽ എത്രയായിട്ട് വരും, 180 ഡിഗ്രി. അതുപോലെ 100 ഡിഗ്രി പ്ലസ് 80 ഡിഗ്രി ഈസിക്കൽ 150 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള എക്സാമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയും. പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനി അടുത്ത് ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഏതെങ്കിലും ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ടോട്ടൽ 150 അപ്പം അറിഞ്ഞൂടാത്ത ആംഗിളിന് എക്സാക്റ്റ് എടുക്കാം. അങ്ങനെ അപ്പോൾ 2x = 150 x = സ്വാഭാവികമായിട്ട് എന്താവും 150/2 ആകുമ്പോൾ 90 ആവും. അങ്ങനെയും കണ്ടെത്താം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പറയാൻ വിട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കുക. പിന്നത്തേൽ നമുക്ക് വിശദമായ വീഡിയോ പ്രോമോ മാത്രമാണ് കേട്ടോ. വിദ്യാർത്ഥികളും പാരൻസും ആയിട്ടുള്ളവരെ നെയിം ദ വെർട്ടെക്സ് ആംഗിൾ ആൻഡ് ആംസ് ഓഫ് ദി ഗിവൺ ഫിഗർ. അതായത് എക്സസൈസ് 14.2 പേജ് നമ്പർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 229. ലൈവ് ആയതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ അവർക്ക്, കാരണം പലർക്കും മാത്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ സോൾവ് ചെയ്ത് കൊടുക്കേ. പേജ് നമ്പർ 229 നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് മറ്റൊരവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാം. അതിന് കൺക്ലൂഷൻ ആകുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. കൺക്ലൂഷൻ ആകുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് പറയാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പ്രസ്താവിക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസാണ്. മനസ്സിലാകുന്നുണ്ടോ? മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസാണ്. ഈ ലൈവ് പ്രോഗ്രാം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് പലർക്കും ഒരു കീറാമുട്ടിയാണ്. എൻ്റെ മകൻ LKG മുതൽ 6ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ മകനെ മാത്രമല്ല പറയുന്നത്, ആ പഠിച്ച പാഠങ്ങൾ നമ്മൾ ഫോട്ടോ എടുത്ത് ലൈവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അതൊരു പ്രയോജനമായിരിക്കും. കാരണം മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സയൻസ് അറിയാമെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഫഷന് പോയാലും നിങ്ങൾ വളരെ ശോഭിക്കും. പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ആയാലും ശരി, വണ്ടിയിലെ ക്ലീനർ ആയാലും ശരി, കണക്കറിയാമോ നിങ്ങൾക്ക് എവിടെ പോയാലും ശോഭയുണ്ടാവും. പിന്നെ അതുപോലെ സയൻറ്റിസ്റ്റായിട്ട് പോയാലും, റോക്കറ്റ് വിക്ഷേപണത്തിന് പോയാലും, സ്പേസിൽ പോയാലും, ഭൂമിക്കകത്തായാലും നിങ്ങൾ പിന്നെന്താണ് ഇപ്പോൾ സുവിശേഷ പ്രവർത്തനം ചെയ്യുമ്പോഴും ഏതിനാണെങ്കിലും കണക്കറിയാമോ? വണ്ടി ഒട്ടിക്കാൻ അറിയാമെങ്കിലും കണക്കറിയാമോ? അതുപോലെ നിങ്ങൾ പിന്നെ എന്ത് ജോലി ആയിക്കോട്ടെ, മനസ്സിലാകുന്നുണ്ടോ? പാചകമാണെങ്കിലും ആ കണക്കും പ്രപ്പോർഷൻ അറിയെങ്കിൽ, കണക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ രക്ഷപ്പെടാൻ പറ്റും. വരവ് ചെലവ് കണക്കാക്കുന്ന ബിസിനസ് മാൻ ആയാലും, അല്ലെങ്കിൽ നരേന്ദ്രമോദിയിലും മേരാ ഭായോം ഓർ ബഹനോം എന്ന് പറയുന്ന നരേന്ദ്രമോദി ആണെങ്കിലും, പിണറായി വിജയൻ ആ കൊശവനെ പോലെ ഇരിക്കുന്ന അങ്ങേരാണെങ്കിലും കണക്കറിയാമെങ്കിൽ, കണക്കിൽ പിഴ വരാതെ മനസ്സിലാവും നന്നായിട്ട് ചെയ്യുക. കുടുംബജീവിതമാണെങ്കിലും കണക്കറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കെമിസ്ട്രി ആണെങ്കിലും കണക്കറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്സ് ആണെങ്കിലും കണക്കറിഞ്ഞിരിക്കണം. ഒരു കണ്ണ് ഡോക്ടർ ആണെങ്കിലും കണക്കറിഞ്ഞിരിക്കണം. കാരണം ഡിസ്റ്റൻസ് വിഷൻ എത്രയാണ്, അതുപോലെ തന്നെ നിയർ ബൈ വിഷൻ എത്രയാണെന്ന് കണക്കറിഞ്ഞിരിക്കണം. അപ്പം സ്പെക്സ് അതൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ കണക്കറിയാമെങ്കിൽ മാത്രമേ ആ ഡോക്ടറിന് ഡോക്ടറായിട്ട് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും കണക്കറിഞ്ഞിരിക്കണം. ഒരു പ്രസവം കൈക്കൊള്ളുന്ന സ്ത്രീ ആണെങ്കിലും കണക്കറിഞ്ഞിരിക്കണം. എത്ര മാസം, എത്ര ആഴ്ച, എത്ര ദിവസം, എത്ര നാഴിക, വിനാഴിക, അത്രയും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ കണക്ക് അറിയണം അവിടെ, ഇല്ലെങ്കിൽ ജീവിതം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ബേസിക്കായിട്ട് അന്നുള്ള പാഠങ്ങൾ അന്നേ പഠിച്ച് 6ാം ക്ലാസ്സിലെ പാഠങ്ങൾ 6ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുക. 7ാം ക്ലാസ്സിലെ പാഠങ്ങൾ പിന്നെ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് അന്നന്ന് പഠിക്കുക. അപ്പോൾ എൻ്റെ മോനെ പഠിപ്പിക്കുമ്പം ആ വീഡിയോ ലൈവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ, ലോകത്തുള്ള ഏത് വിദ്യാർത്ഥികൾക്കും ഇതേ പ്രശ്നങ്ങൾ, പലർക്കും മാത്സ് എന്ന് പറയുന്ന ഒരു കീറാമുട്ടിയാണ്, ഒരു സൊല്യൂഷനായിരിക്കും. അപ്പം ആരെങ്കിലും ഇത് വിശദമായ വീഡിയോ പിന്നീട് വരുന്നുണ്ട് കേട്ടോ. അതാണ് സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്താണ് സ്ക്രീനിൽ കാണിക്കുന്നത് അത് നിങ്ങളുടെ വീഡിയോയിലേക്ക്, നിങ്ങളുടെ മൊബൈലിലേക്ക് കിട്ടും. അതാണ് സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജിയിലൊക്കെ വളർന്നു വരണം. ഒരു ജോലി മാത്രം ചെയ്ത് ആ സ്ഥാപനത്തിൽ കയറി അങ്ങ് ഒതുങ്ങി കൂടിക്കളയിൽ. വളരുക, പഠിക്കുക. ലേണിംഗ് എന്ന് പറയുന്ന മാതാവിൻ്റെ ഗർഭപാത്രം മുതൽ ശാരീരിക വേർപാട് വരെ അവസാനം വരെയുള്ളതാണ്. ഒരു ബൈബിളാണെങ്കിലും നമ്മൾ എന്താണെങ്കിലും നമ്മൾ ലേണറാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെല്ലാം അങ്ങ് സർവജ്ഞ വേണം കയറി അങ്ങ്, മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ലേണറാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം 35 ആണെങ്കിലും 45 ആണെങ്കിലും 57 ആണെങ്കിലും 94 ആണെങ്കിലും ഈ ജയചന്ദ്രനേക്കാളും പ്രായമുള്ളവരാണെങ്കിലും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അങ്ങ് നിർത്തണം. ദേ പോയി ദാ വന്നു. അപ്പം ശുഭരാത്രി എന്ന് പറയുന്നില്ല, ശുഭദിനം. അപ്പം ഹാവ് എ നൈസ് ഡേ. ക്രിസ്തേശൻ്റെ കൃപയിൽ ആനന്ദിക്കുക, സന്തോഷിക്കുക, നല്ല ജീവിതം കാഴ്ചവെക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ദേ പോയി ദാ വന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യുക, ജീവിതം ആസ്വദിക്കുക, കണക്കും കൂടെ എൻജോയ് ചെയ്യുക. ഈ ജോമെട്രിയുടെ വിശദമായ വീഡിയോ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. ഇത് വിശദമായിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ തന്നെ ഇന്നലെ മോനെ പഠിപ്പിച്ച സൗണ്ടിൽ തന്നെ കേൾപ്പിക്കണമെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യാം, ലൈവായിട്ടും കൂടാം. അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനെ പഠിപ്പിക്കുക, എൻ്റെ മോൻ മാത്രം അങ്ങ് രക്ഷപ്പെട്ട് ഗുണം പിടിച്ച് പോകുന്നു എന്നുള്ളൊരു ചിന്തയല്ല. ലോകത്ത് ആരൊക്കെയുണ്ടോ, കണക്കോ മറ്റെന്ത് വിഷയങ്ങൾ ആരൊക്കെ എന്തെല്ലാം ഭാരപ്പെടുന്നുണ്ട്, അതും കൂടെ ലൈവായിട്ട് ചെയ്യുമ്പോൾ അവർക്കും കൂടെ എന്ത് ചെയ്യും, അത് പ്രയോജനപ്പെടും. അത് കണക്ക് മാത്രമല്ലല്ലോ എൻ്റെ വീഡിയോ. ഇപ്പം ഏകദേശം 1200ഓളം വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്കൂളിൽ കിടക്കുന്ന അസംബ്ലി ലൈവ് ഉൾപ്പെടെ പിന്നെ പല വീഡിയോസും ചെയ്യുന്നുണ്ട്. അത് പലർക്കും പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വീഡിയോ നിർത്തുകയാണ്. വേണമെങ്കിൽ ഈ സ്കൂളിൻ്റെ ആ ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് ക്യാമറയിൽ കൂടെ കാണിച്ചു തരാം. ഇനി അത് കണ്ട് എൻജോയ് ചെയ്തില്ലെന്ന് വേണ്ട. എന്നാ കണ്ടോ, ഇനി അത് കാണാത്തതുകൊണ്ട് ഇനിയിപ്പം എന്നാ വിളിക്കും.
ഗ്രാസ് കണ്ടിട്ടില്ലല്ലോ, പച്ചപ്പുല്ല് കണ്ടിട്ടില്ല, ഇതാ കണ്ടോളൂ. ഇതാണ് കേരളം കേട്ടോ. പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിലെ കേരളം. കാറ്റാടി മരങ്ങൾ നോക്കൂ, എത്ര മനോഹരം അല്ലേ, എത്ര സുന്ദരം അല്ലേ, എത്ര ആനന്ദം. സുന്ദരം, സുരഭിലം, മനോഹരം, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. ഇതാ നോക്കൂ കേട്ടോ. പോട്ടെ, എനിക്ക് വീട്ടിൽ പോട്ടെ, കുറച്ച് കാപ്പി പിടിക്കണ്ടേ, വേറെ രസിക്കുന്നു കേട്ടോ.